പ്രശസ്ത ബ്ലോഗ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ബഷീർ വള്ളിക്കുന്ന് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏഷ്യനെറ്റ് റേഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ബുക്കിനെ കുറിച്ച് തന്നെ ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞു ഈ ബുക്കിന്റെ തട്ടം വിട്ടുകൂടെ പെണ്ണെ എന്നുള്ളൊരു ടൈറ്റിൽ അത് ബ്ലോഗിന്റെ ടൈറ്റിലായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ ഈ ബുക്കിന്റെ തലക്കെട്ടായിട്ട് എടുക്കാനുള്ളൊരു എങ്ങനെയാണ് അത് തലക്കെട്ടായിട്ട് വന്നത്? അത് തട്ടമിട്ടുകൂടെ പെണ്ണെ എന്ന ഈ ടൈറ്റിൽ വരാനുള്ള കാരണം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നടന്ന ചില പ്രതികരണങ്ങളോടനുബന്ധിച്ചാണ് ഈ പോസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് മുസ്ലിം സ്ത്രീകൾ, പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫോട്ടോകളും മറ്റുമൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അവരുടെ സിനിമയുടെ പ്രൊമോ വരാറുണ്ട്. അപ്പൊ അത്തരം പോസ്റ്റുകളിൽ പോയിട്ട് ചില മതപ്രബോധകരെന്ന് കരുതുന്ന ചില ആളുകൾ, എന്താണ് നിനക്ക് തട്ടമിട്ടുകൂടെ പെണ്ണെ, ഇതാണോ ഇസ്ലാമിന്റെ രീതി, ഈ തട്ടമിടാതെ നീ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു പ്രബോധനം ആരംഭിക്കുകയും അവളെ തെറി വിളിക്കുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിനെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളുടെ ഒരു രീതിശാസ്ത്രം എങ്ങനെയാവണം എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത്, അതൊരു ചെറിയ പോയിന്റാണ്, പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ആ പോസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ചോദ്യം അതിന്റെ തലക്കെട്ടായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാൻ കാരണം പെട്ടെന്ന് തട്ടം വിട്ടുകൂടെ പെണ്ണെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തട്ടമിടിക്കാൻ നടക്കുകയാണോ എന്ന് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയമാണ്. എന്തായാലും ബ്ലോഗ് വായിച്ചതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല, പക്ഷെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തലക്കെട്ട് പോലെ തോന്നി. അതുകൊണ്ടാണ് ഈ ബ്ലോഗിന്റെ സമാഹാരങ്ങൾ ഇതിൽ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്, കുട്ടികൾ ഇപ്പോൾ കൂടുതലായിട്ടും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്, ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ് ചീത്തയാണ് എന്നുള്ള രണ്ടൊരു അഭിപ്രായം നമുക്ക് ഇടയിൽ തന്നെ ഉയർന്നു വരാറുണ്ട്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, ഇന്റർനെറ്റ് എന്നത് ഒരു നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ ജാലകമാണ്. ഇത് ഉപയോഗിക്കാതെ, ഇതിന്റെ സാങ്കേതിക വിദ്യകളും ഈ ലോകത്താണ് നമ്മളുള്ളത്, ഒരു ഇലക്ട്രോണിക് ലോകത്താണുള്ളത്. ഇതിനെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം സാധ്യമല്ല. അത്രത്തോളം ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ കുട്ടികളാണെങ്കിൽ തന്നെ ഈ പരമ്പരാഗതമായ മീഡിയകളിൽ നിന്നൊക്കെ അവർ മാറിക്കഴിഞ്ഞു. ഇപ്പൊ പുസ്തകം, പത്രവായന, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. എന്നാൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ വാട്സപ്പ് അത് അപ്ഡേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ കാലമാണ്. അപ്പൊ നവമാധ്യമങ്ങളിലാണ് കുട്ടികളുള്ളത്, നവമാധ്യമങ്ങളിലാണ് യുവാക്കളുള്ളത്. അപ്പൊ അവരുപയോഗിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയ്ക്ക് അതിനെ ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ എന്തൊക്കെ നമുക്ക് നൽകാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. അത് പറയുമ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകളും വരുന്നുണ്ട്. ഇത് നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, അല്ലെങ്കിൽ ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഈ വിവേകം എന്നുള്ളത് അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, പല തെറ്റായ വിവരങ്ങളും വാർത്തകളും ഒക്കെ പ്രചരിക്കുന്ന ഒരു ഇടമായി കൂടി സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. ഇപ്പൊ തെറ്റായ വാർത്തകളുടെ, ഇപ്പൊ തീവ്രവാദം പ്രചരിപ്പിക്കാനോ ഭീകരവാദം പ്രചരിപ്പിക്കാനോ ഒക്കെ സോഷ്യൽ മീഡിയ തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും പെട്ടെന്ന് ഉണ്ടായ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ ഈ ബീഹാർ ഇലക്ഷൻ നടന്നു. ബീഹാർ ഇലക്ഷൻ നടന്ന ഉടനെ തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ പാകിസ്ഥാൻ ചാരസംഘടനയുടെ നേതാക്കന്മാർ ലാലുവിനെയും മുലയത്തെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് വന്ന ട്വീറ്റുകൾ വന്നു. അപ്പൊ ഇത് നേരത്തെ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞിരുന്നു, ഇവർ ഇവിടെ മഹാസഖ്യം ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും, പാകിസ്ഥാനിലായിരിക്കും ആഘോഷമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരം ഒരു വാദഗതിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ട്വീറ്റ് പരിശോധിച്ചപ്പോൾ, അതായത് പാകിസ്ഥാൻ ചാരസംഘടനയുടെ ഹമീദ് ഗുൽ എന്ന് പറയുന്ന ആൾ നടത്തിയ ഒരു ട്വീറ്റ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ലാലു സഖ്യത്തെ പിന്തുണച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഹമീദ് ഗുൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 മരിച്ച ആളാണ്. ഓഗസ്റ്റ് 15, 2015 മരിച്ച ആളായ അയാളുടെ പേരിലാണ് ഈ ട്വീറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഫാബ്രിക്കേറ്റഡ് ട്വീറ്റ് ആണ്. അപ്പൊ സജീദ് സൂചിപ്പിച്ചല്ലേ, ഈ ഫാബ്രിക്കേറ്റഡ് ട്വീറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്, അതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ പരസ്പരം മറ്റ് രാജ്യക്കാർക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാനും ഒരു പ്രോപ്പഗണ്ട മേക്കിങ്ങിന് വേണ്ടിയിട്ട് തെറ്റായ വാർത്തകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പൊ ഈ വാർത്തയുടെ ശരിയും തെറ്റോ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഹമീദ് ഗുലിനെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്താൽ മതി. അതിനൊന്നും സമയമില്ല. അതിനു മുമ്പ് ഈ വാർത്ത കേട്ടു, ഇത് പ്രചരിപ്പിച്ചു, 100 ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്തു, അങ്ങനെയാണ് തെറ്റായ വാർത്തകളും വാദങ്ങളും ഒക്കെ പ്രചരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ അത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ബാർക്കോഴ വിവാദം. ഇപ്പം ശ്രീ കെ മാണിക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നല്ല വശങ്ങളുണ്ട്, തെറ്റായ വശങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ മാണിയുടെ വിഷയത്തിൽ
സോഷ്യൽ മീഡിയയിലാണ് ആ ബാർക്കോഴ വിവാദത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ട്. സോഷ്യൽ മീഡിയയിലെ തരംഗമാണ് പിന്നീട് പുറത്തേക്ക് വ്യാപിച്ചത്. നമുക്കറിയാം, പിന്നെ എന്റെ വക 500 എന്ന് പറഞ്ഞ ഹാഷ്ടാഗോടുകൂടി മാത്രമല്ല ലാലിസം വായിച്ചു ബ്ലോഗ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റീവായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബാർക്കോഴ വിവാദത്തില് പിന്നെ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായത്. ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ, അതോട് ചോദിക്കുകയാണ്. ഇപ്പൊ സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നു. കെ മാണിക്ക് പുറത്തു പോകേണ്ട ഒരു സ്ഥിതി വന്നു. ബാർക്കോഴ വിവാദം വരുന്നു. വരുന്നു. കാരണം ഒരുപാട് പേരുണ്ട്. ഇന്നലെ ബിജു രമേശ് തന്നെ പറയുകയുണ്ടായി, ഒരുപാട് മേഖലയിൽ നിന്ന് സമ്മർദ്ദം വരുന്നുണ്ട്, ഒരുപാട് സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം വരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പൊ പലരും പറയുന്നത് പോലെ അദ്ദേഹം ഒരു കള്ള് കച്ചവടക്കാരനാണ്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വാദഗതികൾ ഇപ്പൊ കേട്ട് വരുമ്പോ ഈ സാധാരണ കതറിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ക്രെഡിബിലിറ്റി കൂടുന്നുണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തോന്നും. കാരണം ഞാൻ ആദ്യം അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിന് പുറകിൽ ഒരുപാട് പേരുണ്ട്, എത്ര കാലം എനിക്കിതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ വളരെ കൃത്യമായ ആരോപണങ്ങളാണ് ബിജു രമേശ് ഉന്നയിക്കുന്നത്. പക്ഷെ അതിന് കൗണ്ടർ ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ വാദഗതികൾ വളരെ ദുർബലമായ വാദഗതികളും അങ്ങനെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് സംഗതികൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ബിജു രമേശ് പിന്നെ മാണിയുടെ ആരോപണം ഉന്നയിച്ചപ്പോഴും ശക്തമായി എതിർത്തു. പക്ഷെ കോടതി അതിൽ അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. അപ്പൊ രണ്ടാമത് ഇപ്പൊ ബാബുവിനെതിരെ ഉന്നയിച്ച ആരോപണവും വളരെ കൃത്യമായാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിന് പ്രതിരോധിക്കാനില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ അവർ രാഷ്ട്രീയം നോക്കി പ്രതികരിക്കുകയല്ല. ഇപ്പോ കോൺഗ്രസിനോടുള്ള വിരോധമോ അല്ലെങ്കിൽ ബാബുവിനോടോ മാണിയോടോ ഉള്ള വിരോധമല്ല. നമുക്ക് മുന്നിലുള്ള ഫാക്ടുകൾക്ക് നേരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അത്തരമൊരു ജനകീയ മാധ്യമത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ക്രിയേറ്റീവായ പ്രതികരണങ്ങളെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരണം. അതേസമയം എക്സ്ട്രീമിസം, അതുപോലെ തന്നെ തീവ്രവാദം, അതുപോലെ വ്യാജ വാർത്തകളുടെ തോത് കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. രണ്ട് തലങ്ങളിൽ നമ്മൾ ഇതിനെ കാണേണ്ടത്. പക്ഷേ അസഹിഷ്ണുത എന്നുള്ളത് ഇന്നിപ്പോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാൻ ബ്രിട്ടൻ വരെ പോകേണ്ടി വന്നു. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അതിനെതിരെ അത് വളരെ കൂടി വരുന്നുണ്ട്. അസഹിഷ്ണുത എങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് ഇപ്പൊ BJP ആണ് അധികാരത്തിൽ എന്നുള്ളത് കൊണ്ട് ആ ഒരു അസഹിഷ്ണുത എന്നുള്ള ഒരു വാദം മൂർച്ചയേറുന്നുണ്ടോ? അങ്ങനെ നമുക്ക് കരുതാം. BJP ആണ് എന്നതുകൊണ്ട് മാത്രമല്ല, BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അസഹിഷ്ണുതയുടെ വാദഗതികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ അവരുടെ തന്നെ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ടാകുന്നുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിരിക്കുന്നു, അദ്ദേഹം നേരിട്ട് അസഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ തന്നെയുള്ള ആളുകൾ, ആ പാർട്ടിയിലെ മെമ്പർമാർ അങ്ങനെയൊക്കെ വാദിക്കുമ്പോൾ അതിന് നിശബ്ദമായി ഇരിക്കുന്ന ഒരു സമീപനം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമ്പോഴാണ് അദ്ദേഹവും കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അതിനെതിരെ തന്നെ, അതായത് പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിസഭയിലെ അംഗങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥയും ഒക്കെ ഈ ഇൻടോളറൻസിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അതല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു ഭാവിയിലേക്കാണ്. ഇതിനിടയിൽ ഒരു വാദം കേട്ടു, ഈ ഫേസ്ബുക്ക് ഒക്കെ തുറക്കുമ്പോഴാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നുമില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഫേസ്ബുക്കിൽ വരുമ്പോൾ സത്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നത് നവമാധ്യമങ്ങളിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് പോയി ജീവിക്കുമ്പോൾ ചിലപ്പോൾ അത്തരം പ്രതികരണങ്ങൾ നമുക്കറിയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൽ നമ്മൾ നടക്കുന്ന പ്രതികരണങ്ങളുടെയൊക്കെ മുന്നോടിയായിട്ടാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ നടന്നു നമുക്ക് മുല്ലപ്പൂ വിപ്ലവം, അതുപോലെ തന്നെ ജനകീയ വിപ്ലവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരംഭിക്കുന്നു. പതിയെ ആ കാറ്റ് നാട്ടിലേക്കും നാട്ടുമ്പുറങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാറ്റിനെ നാം ഒരു മുന്നറിയിപ്പായി കാണണം. കാര്യങ്ങളുടെ തുടക്കം അവിടെ നിന്ന് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇനി കുറച്ച് നമുക്ക് എഴുത്തിനെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് ബ്ലോഗ് എഴുത്തിലേക്ക് വരുന്നത്? ബ്ലോഗ് എഴുത്തിലേക്ക് വരുന്നത് ഞാൻ ഏതാണ്ട് 2007 ബ്ലോഗ്, സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലോഗ് തുടങ്ങിയത് എന്റെ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനങ്ങളെ ഒക്കെ സൂക്ഷിക്കാനുള്ള, അതിന്റെ സോഫ്റ്റ് കോപ്പികൾ സൂക്ഷിക്കാനുള്ള ഒരു ഇടം എന്ന നിലക്കാണ്. അപ്പൊ മുമ്പ് വന്ന ലേഖനങ്ങളൊക്കെ പിന്നെ ഞാൻ സ്കാൻ ചെയ്ത് കോപ്പിയെടുത്ത് ഇതിലിട്ടു. പിന്നീട് അതിനൊന്നും വലിയ വായനക്കാരില്ല. നമ്മൾ വലിയ വിഷയങ്ങൾ, മുമ്പൊക്കെ ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളും ഫലസ്തീനും മറ്റുമൊക്കെ എഴുതിയിരുന്നത്. ആദ്യത്തെ എന്റെ പുസ്തകം തന്നെ ഫലസ്തീൻ പോരാട്ടത്തിന്റെ നാൾ വഴി എന്നതാണ് എന്റെ ആദ്യ പുസ്തകത്തിന്റെ പേര്. അപ്പൊ അത്രയും സീരിയസ് ആയ വിഷയങ്ങൾ വായിക്കാൻ സത്യത്തിൽ ബ്ലോഗിൽ ആളുകളില്ല. അപ്പൊ പിന്നെ ജനകീയമായ വിഷയങ്ങൾ, നമ്മുടെ ആനുകാലിക വിഷയങ്ങളിലുള്ള കൊച്ചു കൊച്ചു പ്രതികരണങ്ങളായി ബ്ലോഗ് എഴുത്തിങ്ങനെ തുടങ്ങിയപ്പോൾ വായനക്കാരുടെ എണ്ണം കൂടി, അങ്ങനെ പ്രതികരണങ്ങളുടെ എണ്ണം കൂടി. അപ്പോ ഏതാണ്ട് 500 പോസ്റ്റുകളിലേക്ക് വന്നു. ഏതാണ്ട് 40 ലക്ഷത്തിലധികം ഹിറ്റുകൾ എന്റെ ബ്ലോഗിൽ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമുണ്ടോ ഈ ബ്ലോഗ് എഴുത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങളിലൂടെയൊക്കെ കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന? തീർച്ചയായിട്ടും.
സൗഹൃദങ്ങളുടെ കാര്യത്തിൽ ബ്ലോഗ് ഒരു വലിയ അനുഗ്രഹമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗഹൃദങ്ങളെ പോലെ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളുടെ എതിർപ്പുകളും ഓരോ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ജനകീയ സംഘടനകളാണെങ്കിലും നമ്മുടെ പ്രതികരണത്തിന്റെ തോതനുസരിച്ച് അനുകൂലികളും ഉണ്ടാകും, എതിർപ്പുകളും ഉണ്ടാകും. അപ്പൊ ആ തരത്തിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ബ്ലോഗിലൂടെ വന്നിട്ടുണ്ട്. ഓർമ്മിക്കാവുന്ന പല സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോ ഈ ബുക്കിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇപ്പൊ ബ്ലോഗ് എഴുത്തിലെ സമാഹാരമാണ്. ഇനി എന്താണ്, എഴുത്തിൽ തന്നെ തുടരാനാണോ, അല്ലെങ്കിൽ ഈ എഴുത്ത് എന്നുള്ളത് ഇപ്പൊ ഷാർജ ബുക്ക് ഫെസ്റ്റിവലാണ് നടക്കുന്നത്, ബുക്കാണോ ഈ എഴുത്താണോ, ഏതാണ്? ഈ എഴുത്തിന് തന്നെയാണ് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. കാരണം ഈ തലമുറ മാറുകയാണ്. എഴുത്തിന്റെ ലോകം ഇപ്പൊ പരമ്പരാഗത മാധ്യമങ്ങളൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിലൊക്കെ പരമ്പരാഗത മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ സ്ലോലി ക്ഷയിച്ചു വരികയാണ്. പല വലിയ നമ്മൾ പറയുമ്പോൾ പോലും പത്രങ്ങൾ, ഇവിടെ ടി വി ഒരുപാട് ചാനലുകൾ വന്നപ്പോ പത്രങ്ങളുടെ ഒരു പ്രാധാന്യം കുറയുകയാണെന്നുള്ളൊരു വാദം വന്നു. പക്ഷെ പത്രങ്ങളുണ്ട്, പക്ഷെ ഈ പത്രങ്ങളുടെ ട്രെൻഡ് താഴോട്ടാണ്. അത് നമ്മള് പ്രത്യേകിച്ചും യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ നാടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ട്രെൻഡ് പത്രസ്ഥാപനങ്ങൾ പൂട്ടുന്നതിനെ കുറിച്ചും ഇലക്ട്രോണിക് മീഡിയകളിൽ അവരുടെ സ്വാധീനം കൂട്ടുന്നതിനെ കുറിച്ചാണ്. ആ പ്രിന്റ് എഡിഷനുകൾ എണ്ണം കുറഞ്ഞു വരുന്നു, ഈ എഡിഷനുകൾ കൂടുന്നു. ആ ഒരു ട്രെൻഡ് തുടങ്ങിക്കഴിഞ്ഞു. അത് താമസിയാതെ ഒരുപക്ഷെ ഇന്ത്യയിലും വന്നിരിക്കും. പക്ഷെ നമ്മുടെ ഒരു പരമ്പരാഗത രീതിയും വായനയുടെ സംസ്കാരമൊക്കെ അനുസരിച്ച് കുറച്ചുകൂടി പ്രിന്റ് മീഡിയയുടെ വായന മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ സാക്ഷരത എന്നുള്ളത് കൂടി വേണ്ടതല്ലേ? കാരണം പലരും ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ തെറി പറയാനാണ്, ദേഷ്യം ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു ഒരുപാട്. നിരവധി ഈ ലിറ്ററസി അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നവമാധ്യമ സാക്ഷരത ഉണ്ടായി വരണം. കാരണം ഈ മാധ്യമങ്ങൾ ഇതൊരു പൊതു ഇടമാണ്. നമ്മുടെ വീട്ടിൽ പ്രതികരിക്കുന്നത് പോലെ ഇപ്പൊ നമ്മൾ വീട്ടിൽ പെരുമാറുന്നതും അങ്ങാടിയിൽ പെരുമാറുന്നതും ഒരു പൊതുനിരത്തിൽ പെരുമാറുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വീട്ടിൽ നമ്മൾ വളരെ സ്വതന്ത്രമായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പൊതുനിരത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൊതു ഇടങ്ങളിൽ എത്തുമ്പോൾ പൊതു ഇടങ്ങളുടെ മര്യാദകൾ പാലിക്കണം. പക്ഷെ പലരും പെരുമാറുന്നത് ഇതൊരു പബ്ലിക് സ്പേസ് ആണ് എന്ന ബോധം ആളുകൾക്കില്ല. ഇവിടെ എന്ത് ഷെയർ ചെയ്യണം, എന്ത് ഷെയർ ചെയ്യാതിരിക്കണം, എങ്ങനെ ആളുകളോട് പെരുമാറണം, മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും പ്രതികരിക്കുമ്പോഴും സാമാന്യ മര്യാദ എന്ത്, ഉപയോഗിക്കുന്ന ഭാഷയുടെ സഭ്യത, ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊരു സ്വകാര്യ ഇടമാണ്, എനിക്ക് എന്തും ചെയ്യാം, എന്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്ന ബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനെതിരെ ഈ ഒരു ട്രെൻഡ് മാറ്റിയെടുക്കാൻ ഒരു നവമാധ്യമ സാക്ഷരത, ഒരു ഇന്റർനെറ്റ് ലിറ്ററസി ഉണ്ടായി വരണം. അതിന് നമ്മുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ കരിക്കുലത്തിൽ എല്ലാ ഇടങ്ങളിലും ഇതിനെ ജനകീയവൽക്കരിക്കുവാനും നവമാധ്യമങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അവസാനമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത് ശ്രീ ബഷീർ വള്ളിക്കുന്ന്? നവമാധ്യമങ്ങളെ ഉപയോഗിക്കുക, അതിൽ അരുതുകളും അരുതാത്ത കാര്യങ്ങളുമുണ്ട്, അവ മനസ്സിലാക്കി പെരുമാറുക. കൂടുതൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നവമാധ്യമങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. പരമ്പരാഗതമായ ഈ കൺവെൻഷണൽ മീഡിയകളിൽ നിന്ന് ജനങ്ങൾ മാറുകയാണ്. അപ്പോൾ ഈ ഇടങ്ങളിൽ നല്ലത് വായിക്കാൻ ആളുകൾക്ക് സാധിക്കട്ടെ, നല്ല ഒരു സംസ്കാരം ഉണ്ടാകുവാനും സാധിക്കട്ടെ എന്നാണ്. അതിന് വേണ്ടതെന്തോ അത് നമ്മൾ ഈ മീഡിയകളിൽ, ഈ മാധ്യമങ്ങളിൽ ചെയ്യുക. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തിരക്കുകളുണ്ട്. അതിനിടയിലും ഇവിടെ ഓടിയെത്തിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.